ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വന്തം നാട് വിട്ട് യഹൂദന്മാർ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുമെന്നും അറബി നാടുകളിൽ ഏതാനും ചില കാലങ്ങൾ അവർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള ചില പ്രവചന ഭാഗങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. അത് ഇനിയും സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യമായിട്ടാണ് ദൈവവചനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യഹൂദന്മാർ എന്തുകൊണ്ടാണ് അവരുടെ നാട് വിട്ട് ഓടേണ്ടതായിട്ട് വരുന്നത്, എങ്ങനെയാണ് അറബി രാജ്യങ്ങൾ അവർക്ക് സംരക്ഷണം ഒരുക്കാനായിട്ട് പോകുന്നത്, അതിൻ്റെ ഒടുവിൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് അല്പസമയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളൊക്കെ വളരെ വ്യക്തമായി നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തിയുടെ അടക്കം എല്ലാ തളിർപ്പുകളും കണ്ട ഒരു തലമുറ എന്നുള്ള നിലയിൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് ഏറ്റവും സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ, വേദഭാഗങ്ങൾ നമ്മൾ ഗൗരവമായിട്ട് പഠിക്കണമല്ലോ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളാണ് ഇന്ന് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അവിടെ യഹൂദന് അവൻ്റെ രാജ്യം ഇനി സംഭവിക്കാൻ പോകുന്നതാണ്. രാജ്യം വിട്ട് അവന് ഓടേണ്ടതായിട്ട് വരും. അവൻ തൊട്ടടുത്തുള്ള അറബി നാടുകളിൽ അഭയം തേടും. അഭയം തേടിയതിനു ശേഷം അവനെ നശിപ്പിക്കുവാൻ എതിർക്രിസ്തു ശ്രമം നടത്തുകയും ദൈവം യഹൂദൻ്റെ സഹായത്തിനായിട്ട് ഇറങ്ങി വരികയും ചെയ്യും എന്നുള്ളതാണ് ആ ഒരു പ്രവചനം എന്ന് പറയുന്നത്. ആ പ്രവചനം വളരെ വ്യക്തമായി ദൈവവചനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുകയാണ്. അതൊരു ആലങ്കാരിക ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് കഴുകിൻ ചിറകുകളിൽ പറന്നു പോകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. പറക്കുന്ന കഴുകനെന്ന് പറയുന്നത് അമേരിക്കയുടെ തന്നെ ഒരു ചിഹ്നമാണ്. ഒരു പക്ഷെങ്കിൽ വലിയ ജെറ്റുകളിൽ അവന് പലായനം ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക്, അറബി നാടുകളിലേക്കൊക്കെ പോയി അവിടെ സംരക്ഷിക്കപ്പെടും എന്ന് വേണം നമ്മൾ ചിന്തിക്കുവാൻ. ആലങ്കാരികമായ ഭാഷയായതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, അവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടത ഉണ്ടാകും. അതെപ്പോഴാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ വേഗം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, അന്ന് ഞാൻ സൂര്യനെ അണിഞ്ഞ് ചന്ദ്രനെ കാൽ കീഴാക്കി 12 നക്ഷത്രങ്ങളെ കിരീടമാക്കിക്കൊണ്ടുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ ഉള്ള ഭാഗങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. അത് ഇസ്രായേലാണെന്നും സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി ഇസ്രായേൽ ജനം തന്നെയാണെന്നാണ് പറഞ്ഞത്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ചിലരത് യേശുക്രിസ്തു ആണെന്ന് പറയുന്നു. പക്ഷേ യേശുക്രിസ്തു ആൺകുട്ടിയെ ഉപദ്രവിക്കാനായിട്ട് മഹാസർപ്പം തുടങ്ങി പെട്ടെന്ന് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ള വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് ആ പീഡനകാലത്ത് സംഭവിക്കുന്നതായതുകൊണ്ട് തന്നെ ഒരിക്കലും അത് യേശുക്രിസ്തു അല്ല. ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അത് ഇസ്രായേലാണ് എന്നുള്ള കാര്യങ്ങൾ അന്ന് പറഞ്ഞിരുന്നല്ലോ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ ആദ്യം പോകുമ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് നമുക്കവിടെ കാണാനായിട്ട് പറ്റും. സ്വർഗത്തിൽ യുദ്ധം നടക്കുമോ, സ്വർഗത്തിൽ പിശാചിന് പ്രവേശനമുണ്ടോ എന്നിത്യാദി ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെല്ലുമ്പോൾ അവിടെ സാത്താനും നിന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സക്കരിയ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ മഹാപുരോഹിതനായ യോശുവയുടെ വസ്ത്രത്തിൻ്റെ മുഷിച്ചിൽ എന്ന് പറയുന്ന ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അപവാദം ചുമത്തിക്കൊണ്ട് നിൽക്കുന്ന അപവാദിയെ നമ്മൾ കാണുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ അപവാദിയായ പിശാച് എല്ലായ്പ്പോഴും ദൈവമക്കൾക്ക് നേരെ അപവാദം പറയാനായിട്ട് നിൽക്കുന്ന ഒരു ചിത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാകും. പക്ഷെ ദൈവം എല്ലാ കാലത്തും അത് അനുവദിക്കുകയില്ല. തൻ്റെ മണവാട്ടി സഭ തന്നോടുകൂടെ ആയിരിക്കുമ്പോൾ ഇനിയും അതിൻ്റെ ആവശ്യമില്ല എന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി മഹാസർപ്പം തൻ്റെ ദൂതന്മാരുമായി പടവെട്ടി അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി കളയുകയാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ മഹാസർപ്പം വലിയ കോപത്തോടുകൂടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും.
ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 1260 ദിവസം, അതായത് 3.5 വർഷം യഹൂദൻ അവൻ്റെ നാട് വിട്ട് ഓടിപ്പോകേണ്ടതായിട്ട് വരും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മഹോപദ്രവകാലത്തിൻ്റെ അല്ലെങ്കിൽ ഈ പീഡനത്തിൻ്റെ 7 വർഷത്തിന് മുമ്പ് എതിർ ക്രിസ്തു യഹൂദനുമായിട്ട് ചെയ്യുന്ന ഉടമ്പടിയുടെ ചില ഭാഗങ്ങൾ ആ 3.5 വർഷം കഴിയുമ്പോൾ ലംഘിക്കപ്പെടും എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രവാചകനായ ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലെ പ്രവചനമാണ് അന്ന് നിവർത്തിക്കപ്പെടുവാനായിട്ട് പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ശൂന്യമാക്കും നമ്മളെ സദ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത്. അതെ, നിങ്ങൾ കാണുമ്പോൾ യഹൂദ്യയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ലോകാരംഭം മുതൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു മഹാകഷ്ടത ഇനിയും ഉണ്ടാകും. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, സാത്താൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ മൃഗത്തിലും അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിലൊക്കെ അവന് പ്രവേശിച്ചതിന് ശേഷം ഇസ്രായേലിന് നേരെ ഭയങ്കരമായിട്ട് അത് കോപത്തോടെ എതിരിടാനായിട്ട് തുടങ്ങും. അതിന് കാരണം ഈ രണ്ട് സാക്ഷികൾ 1260 ദിവസം അവരും പ്രവചിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ പ്രവചനവും ഈ ദൈവവചനത്തിൻ്റെ ഭാഗങ്ങളുമൊക്കെ കേട്ട് ദൈവത്തിങ്കലേക്ക് യഹൂദൻ മടങ്ങി വരും. അതായത് തങ്ങൾക്ക് തെറ്റുപറ്റി ഈ സംഭവിച്ചുകൊണ്ടിരുന്നതെല്ലാം എന്താ പറയുന്നത് തെറ്റായിരുന്നുവെന്ന് മനസ്സിലാക്കി എതിർ ക്രിസ്തുവിനോട് സന്ധി സംഭാഷണത്തിന് പോകാതെ എതിർ ക്രിസ്തുവിൻ്റെ ചെയ്തികൾക്കും പ്രവർത്തികൾക്കും എതിരായി യഹൂദന്മാരിൽ നല്ല ഒരു പങ്കും തിരിയും. ഈ തിരിയുന്ന യഹൂദന്മാരെ ഇല്ലാതാക്കി കളയുവാൻ തക്കവണ്ണം ഈ സാത്താൻ അല്ലെങ്കിൽ എതിർ ക്രിസ്തു വളരെ എന്താ പറയുന്നത് ശക്തിയോടുകൂടി പോരാടും എന്ന് നമുക്ക് മനസ്സിലാകും. അതാണ് ലോകാരംഭം മുതൽ ഇതുവരെ ഉണ്ടാകാത്ത കഷ്ടതയെന്ന് പറയുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഓടിപ്പോക്കുണ്ട്. ഈ ഓടിപ്പോക്കാണ് ഞാൻ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലിൽ കൊടുത്തത്, രാജ്യം വിട്ട് ഓടിപ്പോകാനായിട്ട് തുടങ്ങുന്ന യഹൂദന്മാർ. ഇതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 12:14 മരുഭൂമിയിലേക്ക് സ്ത്രീ ഓടിപ്പോകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ, യഹൂദ്യയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്നുള്ളതാണ്. അപ്പം ആ ഒരു സമയത്ത് മരുഭൂമിയിലേക്ക് ഓടിപ്പോകും എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് അവൻ എവിടേക്കാണ് ഓടിപ്പോകുന്നത്? ചുറ്റുപാടുമുള്ള അറബി രാജ്യങ്ങൾ യഹൂദനെതിരായിരുന്നെങ്കിലും ഈ ജോർദാനാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് യഹൂദനെ സഹായിക്കുന്നത് ജോർദാനായിരിക്കുമെന്നാണ് വേദപണ്ഡിതന്മാരുടെ നല്ലൊരു അഭിപ്രായവും ഇത്. എന്നാൽ എന്തായാലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളുണ്ട്. അറബി രാജ്യത്തെക്കുറിച്ചുള്ള അറബി ദേശത്തെക്കുറിച്ചുള്ള പ്രവാചകം എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ദാഹിച്ചിരിക്കുന്നവന് വെള്ളം കൊണ്ടുചെല്ലുവീൻ, ഓടിപ്പോകുന്നവരെ അപ്പവുമായി ചെന്നെതിരേൽപ്പീൻ, വാളിനൊഴിഞ്ഞ് ഓടിപ്പോകുന്നവരാകുന്നു എന്ന് പറഞ്ഞ് എന്താ പറയുന്നത്, യഹൂദന്മാരെ ചേർത്ത് പിടിക്കുന്ന ചില അറബി രാജ്യങ്ങളെ നമുക്ക് ആ സമയത്ത് കാണാനായിട്ട് പറ്റും. അത് കൃത്യമായി ഏത് രാജ്യങ്ങളാണെന്ന് നമുക്കറിയില്ലെങ്കിലും നമ്മൾ ആ ഒരു വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 3.5 വർഷം. അതുകൊണ്ടാണ് ഒരു കാലം, 2 കാലം, അരക്കാലം എന്ന് എഴുതിയിട്ടുള്ളത്. ഒരു കാലം എന്ന് പറയുന്നത് 1 വർഷം, 2 കാലം എന്ന് പറയുന്നത് 2 വർഷം, അരക്കാലം എന്ന് പറയുന്നത് 6 മാസം. അതായത് 1260 ദിവസം, മഹോപദ്രവത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ 3.5 വർഷം. അതിപീഡനത്തിൻ്റെ കാലങ്ങൾ, കഷ്ടതയുടെ കാലങ്ങൾ. ആ കാലത്ത് യഹൂദൻ നാട് വിട്ട് ഓടിപ്പോകേണ്ടതായിട്ട് വരും. നമ്മൾ ഈ 12-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. 13-ാമത്തെ വാക്യത്തിൽ ഈ ഓടിപ്പോകുന്നതിൻ്റെ വേഗത നമുക്ക് കാണാനായിട്ട് പറ്റും. സ്ത്രീ കഴുകൻ ചിറകുകളിൽ പറന്നുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പറന്നു പോകുക എന്നുള്ളത് ഒരു ആലങ്കാരിക ഭാഷയായിരിക്കാം. അതായത് കഴുകൻ ചിറക് എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുന്നത്, പ്ലെയിനുകളും ജെറ്റുകളുമായിട്ട് അല്ലെങ്കിൽ അതിൽ തങ്ങളുടെ രക്ഷാസങ്കേതത്തിലേക്ക് അവർ പറന്നു പോകുമെന്ന് നമുക്ക് ചിന്തിക്കാം. ഈ പറക്കുന്ന കഴുകൻ അമേരിക്കയുടെ ഒരു ചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ
ആയിരക്കണക്കിന് യാത്രക്കാരെ വഹിച്ചുകൊണ്ട് പോകുവാനായിട്ട് പറ്റുന്ന എന്താ പറയുന്നത് ജെറ്റുകളിൽ ഈ ഇസ്രായേൽ ജനത്തെ அதை വഹിച്ചുകൊണ്ട് ചുറ്റുപാടുമുള്ള ഈ പറഞ്ഞ അറബി രാജ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകും. അപ്പം നമ്മൾ ചിന്തിക്കും, പിന്നെ അതൊക്കെ എങ്ങനെ സംഭവിക്കും? അറബി നാടുകളെല്ലാം അവനെതിരല്ലേ? സത്യമാണ്, അറബി രാജ്യങ്ങളെല്ലാം എതിരാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ വിഗ്രഹാരാധന പ്രബലമായി മാറും. ഈ പ്രബലമായി മാറുമ്പോൾ അറബികൾ പോലും ഇതിനെതിരാകും. കാരണം അവർ വിഗ്രഹാരാധനയെ വെറുക്കുന്നവരാണ്. അപ്പം അവർ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഞങ്ങളും യഹൂദന്മാരും സഹോദരന്മാരാണല്ലോ എന്നുള്ള ചിന്തയിൽ മാനുഷികമായ പരിഗണനകൾ കൊടുത്ത് യഹൂദന്മാരെ ആ നാളുകളിൽ സംരക്ഷിക്കാമായിരിക്കും, അല്ലെങ്കിൽ ദൈവം അതിനുവേണ്ടി ഒരു പ്രവൃത്തി ചെയ്യും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പിശാച് പൂർവാധികം ശക്തിയോടെ പ്രവർത്തിക്കുമ്പോഴും ദൈവം തൻ്റെ പ്രവൃത്തി നിർത്തിക്കളയുന്നില്ല, ദൈവം അത് തുടരുകയാണ്. ഇനി എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? ഞാൻ പറഞ്ഞു അറബി രാജ്യങ്ങൾ ആണെന്നുള്ളത്. അതിനെക്കുറിച്ച് മോവാബിലും അമോന്യരിലും ഒക്കെയുള്ള പുരാതനമായ പെട്ര എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവം 3.5 വർഷം തൻ്റെ ജനത്തെ പോഷിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ ജോർദാൻ്റെ ചില ഭാഗങ്ങളിൽ ആയിരിക്കാം, മറ്റുള്ള ചില അറബി രാജ്യങ്ങളിലായിരിക്കാം എന്നൊക്കെ ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും അത് അങ്ങനെ തന്നെ സംഭവിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു വർത്തമാനകാലം നിങ്ങൾ നോക്കിയാൽ UAE, ഖത്തർ, അതുപോലെയുള്ള അറബി രാജ്യങ്ങൾ പോലും ഇറാനും ഒക്കെ എതിരായിട്ട് നിൽക്കുമ്പോൾ ഒരു പക്ഷേ ആ ഒരു സമയത്ത് ഈ പറയുന്ന രാജ്യങ്ങളിൽ പലതും ഇവർക്ക് അനുകൂലമായി മാറുമോ, എങ്ങനെയാണ് ദൈവം അത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷേ ഒരു 3.5 കൊല്ലത്തെ ഊടിപ്പോക്കും അവർക്ക് ദൈവം ഒരുക്കുന്ന സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. യെശയ്യാവ് 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഭ്രഷ്ടന്മാരെ ഒളിപ്പിക്കുവാനും അലഞ്ഞു നടക്കുന്നവരെ കാണിച്ചു കൊടുക്കരുതെന്നുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ആ ഒരു കാലഘട്ടത്തിൻ്റെ അകത്ത് ദൈവം തൻ്റെ ജനത്തെ പരിപാലിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. 1260 ദിവസങ്ങളാണ്. കാരണം കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് 1 കാലം, 2 കാലം, അരക്കാലം എന്ന് പറയുന്നത്. അതായത് 3.5 വർഷത്തെ ഒരു സമയം. അപ്പം ഈ മഹാസർപ്പം മൃഗത്തിന് അധികാരം കൊടുക്കുന്നതും 42 മാസമാണ്. അതായത് കൃത്യമായ 3.5 വർഷം. അപ്പോൾ തീർച്ചയായിട്ടും ഈ എതിർ ക്രിസ്തുവിൻ്റെ അതിഭീകരമായ ഭരണം 3.5 വർഷം ഭൂമിയിൽ നടമാടുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഇസ്രായേലിനെ, യഹൂദനെ ദൈവം മറ്റു രാജ്യങ്ങളിൽ ഇനിയും സംരക്ഷിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിൻ്റെ തൊട്ടടുത്ത വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് സാത്താൻ ജലപ്രവാഹം പോലെ തൻ്റെ സൈന്യത്തെ പുറപ്പെടുവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. തിരുവചനത്തിൽ സൈന്യത്തെ പ്രവാഹത്തോട് ഉപമിച്ചിട്ടുണ്ട്. പല വേദഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ അർത്ഥം എല്ലാ വിധത്തിലും യഹൂദനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണ്? യഹൂദന്മാർ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അവർ തിരിയും. അത് തിരിയാനുള്ള കാര്യങ്ങൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അതിനോട് ചേർന്ന് തന്നെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചർച്ചിൽ ദൈവജനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ അവർ ചോദിച്ചു. ചോദ്യമെന്ന് പറയുന്നത് ദൈവം ഒറ്റയടിക്ക് ന്യായം വിധിക്കുമോ എന്നുള്ളതാണ്. ദൈവം പല അവസരങ്ങൾ കൊടുത്തതിന് ശേഷമാണ് ന്യായം വിധിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും യഹൂദനെ മടങ്ങി വരുവാൻ ദൈവം അവസരങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യവും നമുക്കിതിൻ്റെ അകത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ആ ഒരു മുഖ്യധാര സമൂഹത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചിലർ രക്തസാക്ഷികളായിത്തീരും. വലിയ കഷ്ടതകളിലൂടെ യഹൂദന്മാർ കടന്നു പോകും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഒരു ഭൂരിപക്ഷവും പ്രാണരക്ഷാർത്ഥം മരുഭൂമിയിലേക്ക് ഓടിപ്പോകുമ്പോൾ ന്യൂനപക്ഷം മശിഹായ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കും. ചിലർ രക്തസാക്ഷികളായിത്തീരും. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അടുത്ത ക്ലാസ്സുകളിൽ ചിന്തിക്കാം. എന്തായാലും പ്രിയപ്പെട്ടവരെ, അന്ത്യകാലത്തിൻ്റെ അന്ത്യനാഴികയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്.
അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമുക്ക് വിശുദ്ധിയിലും ദൈവകൃപയിലുമൊക്കെ മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.